എയ്റോ ഇന്ത്യയുടെ 15ാം പതിപ്പിന് ബംഗളൂരുവിൽ ഇന്ന് തുടക്കം. രാജ്യത്തിന്റെ പ്രതിരോധ ശക്തി പ്രകടമാക്കുന്ന എയർ ഷോ യുവജനതയ്ക്ക് പ്രചോദനം നൽകുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ബംഗളൂരുവിൽ പറഞ്ഞു. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എയർ ഷോ ആണ് എയ്റോ ഇന്ത്യ. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളെയും സ്റ്റാർട്ടപ്പുകളെയും ആഗോളതലത്തിൽ എത്തിക്കുന്നതിനും ഇന്ത്യയുടെ സൌഹൃദ രാജ്യങ്ങളുമായി സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനും എയ്റോ ഇന്ത്യ സഹായിക്കുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. More than 90 countries, this grand gathering stands as a testament to the growing global confidence in India's aerospace and defense capabilities. Additionally, defense ministers or representatives from about 30 countries have come to participate in this event. The presence of air chiefs and secretaries from 43 countries further highlights the significance of this event not just for India but for the entire international defense community. Friends, Aero India is a crucial platform that drives towards our vision of a strong India. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ഉത്പാദന യൂണിറ്റ് കേന്ദ്രമന്ത്രി സന്ദർശിച്ചു. 90 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പ്രതിരോധ ഉത്പാദന മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിലെ 70-ലധികം സിഇഒമാരും എയർ ഷോയിൽ പങ്കെടുക്കും. വ്യോമാഭ്യാസ പ്രകടനങ്ങളും വ്യോമ ഉപകരണങ്ങളുടെ പ്രദർശനവും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. റഷ്യൻ Su-57, അമേരിക്കൻ F-35 എയ്റോ ഇന്ത്യയുടെ ഭാഗമാകുന്നുണ്ട്. ഇന്ന് എയർ ഷോയിൽ ആർമി ചീഫ് ഉപേന്ദ്ര ദ്വിവേദിയും എയർ ചീഫ് മാർഷൽ AP സിംഗും LCA തേജസ് എയർക്രാഫ്റ്റ് പറത്തും.